കിട്ടിയതാണ്. അപ്പോൾ ഞാനും ചേട്ടൻ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കല്ലേ, നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് എന്തുണ്ടാക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയതാണ്. നമുക്ക് ഈ ഒരു പോട്ട് പെയിൻ്റ് എടുത്തതിന് ശേഷം നമുക്കിതൊരു ഫ്ലവർ പോട്ടാക്കി എടുത്താലോ. ഈ ഒരു സാധനം നമ്മളപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രൗൺ മെറ്റാലിക്കാണ്. നമുക്ക് പെയിൻ്റ് അടിക്കാൻ എടുത്തിട്ട് പിന്നെ നമുക്കിത് പെയിൻ്റ് അടിച്ചിട്ട് തുടങ്ങാം. ഉണ്ടാക്കാനായിട്ട് യെല്ലോ പേപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഇതുപോലെ സൈസ് എഴുതിയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ റാ ഷേപ്പിൽ കണ്ടില്ലേ, ഈ ഒരു റാ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ ഇത് റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് തുറക്കാം. നമുക്ക് ഈ ഒരു 4 പീസാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ആവശ്യം. നമ്മളപ്പോൾ ഒന്നാമത്തെ പീസിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പീസിൽ നിന്ന് 2 എണ്ണം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ പീസിൽ നിന്ന് 3 എണ്ണം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിവിടെ ഗ്ലൂ വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഗ്ലൂ കൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഈ സാധനത്തിലോട്ട് കമ്പിയിലോട്ട് നമുക്ക് കയറ്റാം. ഇതിന് ഫിക്സ് ആയിരിക്കാനായിട്ട് നമ്മൾ ഇച്ചിരി ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇടാം. ഇതുമാതിരി നമുക്ക് ഇടാം. നമ്മൾ ഇട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെമ്മിന് നമുക്ക് പച്ച കളറിൻ്റെ പേപ്പറിൽ ഇതാക്കി അപ്പോൾ നമ്മൾക്ക് ഇത് സ്റ്റിക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കണതാണ് മേളിലേക്ക്. നമുക്കൊരു ലീഫ് ഉണ്ടാക്കാനായിട്ട് പച്ച ക്രേപ്പ് പേപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞങ്ങൾ ഇവിടം തൊട്ട് ഇവിടം വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു കമ്പി എടുത്തിട്ട് ഈ കമ്പിയിൽ ഗ്ലൂ തേച്ചതിന് ശേഷം ഇതുപോലെ ആക്കാം. നമ്മളപ്പോൾ ഇതുപോലെ ലീഫ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം, ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ഫൈനലി നമ്മളുടെ ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിരുന്ന തെർമോക്കോളാണ് കേട്ടോ. പിന്നെ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ 10ന് 10 മാർക്ക് കൊടുക്കും. ഇനി നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുമെന്ന് പറയണേ. നിങ്ങൾ ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളൊന്ന് കമൻറ്റും ചെയ്യണേ.